വ്യക്തമാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയും, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ആ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ, നമ്മളെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ, ദൈവം നമ്മളെ എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്വ ബോധം നമ്മൾ കൃത്യതയോടെ നമ്മൾ നിറവേറ്റിയാൽ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പാകെ ദൈവസന്നിധി നിൽക്കുമ്പോൾ നല്ല ദാസരെ, നല്ല ദാസിയെ എന്നുള്ള വിളി കേൾക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. വിശുദ്ധ ബൈബിളിൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായവും 3-ാം അധ്യായവും പഠിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഒരു പദമുണ്ട്. ഹേ മനുഷ്യപുത്ര, നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ നീ അവരെ പ്രബോധിപ്പിക്കുക. ആ ലോകത്തിലെ ഭാവിതന്റെ പാപത്തിൽ മരിക്കാതിരിപ്പാൻ എന്റെ വായിലുള്ള വചനം കേട്ട് നീ അവരെ പ്രബോധിപ്പിക്കണം. അവർ മഹാമനുഷ്യരികളല്ലോ എന്ന് യെഹെസ്കേൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. എന്താ വിളിച്ചു പറയേണ്ടത്? ദൈവത്തിന്റെ കാഴ്ചപ്പാട് പ്രാപിച്ച്, ദൈവത്തിന്റെ ആത്മീക സത്യം പ്രാപിച്ച് ആ ദൈവിക ദൂത് ദേശത്ത് അറിയിക്കുവാനുള്ള സന്ദേശം അത് ദേശത്ത് നമ്മൾ അറിയിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്തെന്നറിയാമോ? പാപി തന്റെ പാപത്തിൽ മരിച്ചാൽ അന്ത്യന്യായവിധി ദിവസത്തിൽ ദേശത്ത് നിന്ന് കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ എത്തപ്പെടുന്ന നമ്മളോട് ദൈവം കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് പാപി തന്റെ അകത്യത്തിൽ മരിച്ചുപോയാൽ, പാപി തന്റെ പാപത്തിൽ മരിച്ചുപോയാൽ അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കുമെന്നാണ് യെഹെസ്കേൽ പ്രവാചകൻ അവിടെ വിളിച്ചു പറയുന്നത്. എന്നാൽ ആ ചോദ്യം നമ്മളോട് ചോദിക്കാതിരിപ്പാൻ നമുക്ക് കർത്താവ് തന്നിട്ടുള്ള കൈയും കാലും ഒക്കെ ഉപയോഗിച്ച്, വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് ചങ്കുപൊട്ടി ദേശത്തോട് ദേശം ചെന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ദൈവികമായ സന്ദേശം ഒക്കെ വിളിച്ചു പറയുന്നതിന്റെ അർത്ഥം ഈ കർത്താവ് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ ധൈര്യസമേതം വിളിച്ചു പറയുവാൻ ആരുടെ മുമ്പിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. എത്രയോ വ്യക്തികൾ ഞങ്ങളുടെ മുമ്പിൽ കാർക്കിച്ച് തുപ്പിയിട്ട് പോകുന്നവരുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ ഞങ്ങൾ പരിശോധനയായിട്ട് കടന്നുപോയി. എൻ്റെ കൂടെയുള്ള CK സുരേന്ദ്രൻ പാസ്, സജു ബദർ, നേരത്തെ ഞങ്ങളുടെ ടീമിൽ നിന്ന് വന്നിട്ടുള്ള ഷെല്ലി സബാസ്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ 5-6 ദൈവദാസന്മാർ ഞങ്ങളുടെ ഈ വാഹനത്തിലാണ് പോകുന്നത്. ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്ന് കുളിച്ച് റെഡിയായി വളരെ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഈ ഫോൺ കോൾ ഞാൻ ഓണാക്കി എടുക്കുന്ന മാത്രയിൽ തന്നെ ഞാൻ തെറിയുടെ അഭിഷേകമാണ് കേൾക്കുന്നത്. മനസ്സിലായോ? തെറിവിളിയുടെ അഭിഷേകമാണ് കേൾക്കുന്നത്. ആ കേൾക്കുന്ന ചോദ്യത്തിനകത്ത് ഒരു മറുപടി ഉണ്ട്. ഒരു ചോദ്യം ഇങ്ങനെയുണ്ട്: എൻ്റെ വീട്ടിൽ താങ്കൾ എന്തിനാ വന്നേ? താങ്കളുടെ ബൈബിൾ എന്തിനാ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചേ? താങ്കൾ ഉപയോഗിക്കേണ്ട ബൈബിൾ എന്തിനാ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി തെറികൾ അഭിഷേകം ഇങ്ങനെ ചെയ്യുകയാണ്, വിളിക്കുകയുണ്ടായി. പ്രിയ ദൈവത്തിന്റെ മക്കളെ, മത്തായി സുവിശേഷം 24-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുന്നു: എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും, സകല ജാതികളും നിന്നെ വിടക്കം, നിന്നെ തള്ളിക്കളയും, നിന്നെ ന്യായവിസ്താരത്തിന്റെ മുമ്പാകെ കൊണ്ടുചെന്ന് നിർത്തും, നിന്നെ അവർ ഉപദ്രവത്തിന് ഏൽപ്പിക്കും, പകരം അത് മാത്രമല്ല കൊല്ലുകയും ചെയ്യും എന്ന് മത്തായി സുവിശേഷം 24-ൽ വ്യക്തമായിട്ട് യേശു ക്രിസ്തു തന്നെ വിളിച്ചു പറയുന്ന ഒരു പദമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആർക്കാണ് ഈ സുവിശേഷം മനസ്സിലാകുന്നത്? ആർക്കാണ് ഈ ദൈവിക സന്ദേശം മനസ്സിലാകുന്നത്? ദേശത്ത് ജീവിക്കുന്ന പാപികളായ മനുഷ്യർ. ആരാണ് പാപികൾ? ഞാനും നിങ്ങളുമൊക്കെ ഒരു കാലത്ത് പാപത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാ. പക്ഷെ യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിക്ക് വേണ്ടി വേർപാടിന് വേണ്ടി ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പാപത്തിന്റെ